ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലേ. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴായിട്ട് ഫേസ് ചെയ്യപ്പെടേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് തളർന്നു പോകാറുമുണ്ട്. ലൈക്ക് ഒരു ചെറിയ കാലുവേദന വന്നാൽ തന്നെ ഇന്ന് എനിക്ക് നടക്കാനാവില്ല, ഇന്ന് അതുകൊണ്ട് എന്തായാലും ട്യൂഷൻ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ഇന്ന് എനിക്ക് ചെറിയൊരു വയറുവേദനയുണ്ട്, എന്തായാലും എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ ഇവിടെ എന്തോ ഒരു ഉറുമ്പ് കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇന്ന് എഴുതി പഠിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെല്ലാം എക്സ്ക്യൂസുകളാണല്ലേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് കണ്ടുപിടിക്കാറുള്ളത്. ഇങ്ങനെ എക്സ്ക്യൂസുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നിട്ട് വരാനായിട്ട് സാധിക്കില്ല. ഞാൻ നിങ്ങൾക്കായി ഒരാളുടെ കഥ പറഞ്ഞു തരാം. നിങ്ങളെപ്പോലെ തന്നെ വളരെ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു വിൽമ റുഡോൾഫ്. ഈ വിൽമ റുഡോൾഫിന് ഒരു പ്രത്യേകതയുണ്ട്. 4-ാം വയസ്സിൽ അവർക്ക് പോളിയോ ബാധിച്ചു. പോളിയോ ബാധിച്ചിരുന്നത് കൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് വളരെ ഒതുങ്ങിയ ഒരു കുട്ടിയായിട്ടാണ് നമ്മുടെ വിൽമ റുഡോൾഫ് ജീവിച്ചു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിൽമയ്ക്ക് ഉള്ളിൽ നിന്ന് ഒരു തോട്ട് വരുന്നത്. ഞാൻ ഇങ്ങനെ എപ്പോഴും പിറകോട്ട് മാറി നിന്ന് ജീവിച്ചാൽ മതിയോ? പോരാ, എൻ്റെ കുറവുകളെ ഞാൻ എൻ്റെ കഴിവുകളാക്കി എന്തുകൊണ്ട് എനിക്ക് മാറ്റിക്കൂടാ? എന്തുകൊണ്ട് എനിക്കും മുൻനിരയിലേക്ക് വന്നുകൂടാ എന്ന് നമ്മുടെ വിൽമ റുഡോൾഫ് ഇങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ വിൽമയുടെ ജീവിതം മാറാനും തുടങ്ങി. പോളിയോ ബാധിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല എന്ന് കരുതിയ പലതും വിൽമ നേടി. വിൽമയുടെ പേരിൽ എത്ര വേൾഡ് റെക്കോർഡ്സ് ആണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? വിൽമ എത്തിപ്പെട്ടത് പോളിയോ ബാധിച്ച വ്യക്തിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ്. യെസ്, സ്പോർട്സിലേക്ക്. വിൽമ സ്പോർട്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ ചുറ്റുപാട് നിന്നും ഒരുപാട് നിരുത്സാഹപ്പെടുത്തലുകൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പോളിയോ ബാധിച്ച പെൺകുട്ടിക്ക് എങ്ങനെയാണ് സ്പോർട്സിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക? അതും ഓട്ട മത്സരയിലങ്ങളിൽ എങ്ങനെയാണ് മത്സരിച്ച് സമ്മാനങ്ങൾ നേടാൻ സാധിക്കുക? പക്ഷെ വിൽമ ഇവർ പറഞ്ഞതാരും ചെവി കേട്ടില്ല. പകരം അവൾ അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തൻ്റെ കുറവുകളെ വിൽമ തൻ്റെ കഴിവുകളാക്കി മാറ്റി. 1960 അമേരിക്കയിലെ ഏറ്റവും വേഗതയേറിയ വനിത എന്നറിയപ്പെട്ടത് നമ്മുടെ വിൽമ റുഡോൾഫാണ്. ഒരേ ഒളിമ്പിക്സിൽ തന്നെ 3 ഗോൾഡ് മെഡലുകൾ ഒന്നിച്ച് നേടിയ ആദ്യ അമേരിക്കൻ വനിത എന്ന ബഹുമതിയും നേടിയെടുത്തത് നമ്മുടെ വിൽമ റുഡോൾഫാണ്. ഇന്ന് ലോകത്ത് എല്ലായിടത്തുമുള്ള ആൾക്കാർ വളരെയധികം ബഹുമാനത്തോടെ കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമായി നമ്മുടെ വിൽമ റുഡോൾഫ് മാറുകയാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം നിങ്ങളിൽ പലരും നമ്മുടെ ഫാൽക്കൺ ക്ലാസ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഫാൽക്കൺ ബാച്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ പലരുടെയും ഉള്ളിൽ ഒരാഗ്രഹം ഉടലെടുത്തിട്ടുണ്ടാവും. ഓക്കെ, +2 കഴിയുമ്പോൾ എനിക്കും നീറ്റ് ജെയ് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതണം, എന്നിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എനിക്കും അഡ്മിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാവാം, ചിലപ്പോൾ നിങ്ങളുടെ സിബ്ലിങ്സിനോടോ റിലേറ്റീവ്സിനോടോ പാരൻസിനോടോ ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അല്ലേ? പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഇക്കാര്യത്തിൽ ചിലപ്പോൾ എൻകറേജ്മെൻ്റ് ആയിരിക്കില്ല നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഇരിക്കാൻ പറ്റുക, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക, ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണിയില്ല എന്ന് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വിൽമ സ്പോർട്സിലേക്ക് ഇറങ്ങുമ്പോൾ വിൽമ നിരന്തരം കേട്ടുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു, നിന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല. അത് വിൽമ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ലോക പ്രശസ്ത വനിതയായിട്ട് മാറാൻ നമ്മുടെ വിൽമ റുഡോൾഫിന് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കണം, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തളർത്താൻ നിങ്ങളുടെ ഒപ്പം ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ പറയുന്നത് കേട്ട് നിങ്ങൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ വലിയ അവസരങ്ങളാണ് നിങ്ങൾക്കായി നഷ്ടപ്പെടുക. ഇതേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അവരുടെ ഒപ്പം നിങ്ങൾ ഓടി എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. സോ മക്കളെ, നമ്മുടെ ഫാൽക്കൺ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഫാൽക്കൺ ബാച്ചിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഒരു കാര്യം മാത്രം മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ന് നിങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു, എന്ന് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നു, അന്ന് നമ്മൾ ഈ ലോകത്ത് പുറകോട്ടായി പോകും. പക്ഷെ അതിനു പകരം എന്നാണോ നിങ്ങൾ മറിച്ച് ചിന്തിക്കുന്നത്, വലിയതാണെങ്കിലും എന്നെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, അന്ന് മുതൽക്ക് ഒരു മാറ്റം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫാൽക്കൺ ബാച്ചിൽ നിങ്ങളെ എല്ലാവരെയും കാത്ത് ഞാനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.